മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾക്കൊപ്പം ഇരിക്കണമെന്നും രക്തസാക്ഷികൾക്കും സ്വാലിഹീങ്ങൾക്കും ഒന്നിച്ച് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടണമെന്നും എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഇരിക്കുന്ന ഒരാൾ പോലും അങ്ങനെ പ്രാർത്ഥിക്കാത്തവരല്ല, അത്ര ഉറപ്പുണ്ട് എനിക്ക്. പക്ഷെ ചിലർക്കെങ്കിലും ആ പ്രാർത്ഥന ഇപ്പം ഏതാണ് എന്നൊരു സംശയം മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും നമ്മളത് പ്രാർത്ഥിക്കും. ഇന്ന് ഏറ്റവും മിനിമം ഒരു തവണയെങ്കിലും അത് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ, ലക്ഷോപലക്ഷം അമ്പിയാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, നല്ലവരായ മനുഷ്യരുടെ കൂടെ സ്വർഗത്തിൽ എനിക്കിടം വേണം എന്നാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അത് പ്രാർത്ഥിക്കാത്തതില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മാത്രമല്ല, ആ പ്രാർത്ഥന മനഃപ്പാടമില്ലാത്ത ഒരാൾ പോലും ഇല്ല, അത്ര ഉറപ്പാണ്. ആ പ്രാർത്ഥന മനസ്സിലായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഒറ്റക്ക് പറയാം. നമ്മൾ നടത്തുന്ന നിത്യജീവിതത്തിൽ ദിവസവും ഏറ്റവും മിനിമം 17 തവണ നടത്തുന്ന ഈ പ്രാർത്ഥന പലപ്പോഴും ബോധപൂർവമല്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ബോധപൂർവം അതൊരു വലിയ ആവശ്യമായി ഉയർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രാർത്ഥന ഉള്ളത് എവിടെയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും സമയം ആ പ്രാർത്ഥന ഏതാണെന്ന് മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അവർക്ക് ആ പ്രാർത്ഥന എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ആ പ്രാർത്ഥന ഉള്ളത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ തിരഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന കാണുന്നില്ലല്ലോ. അമ്പിയാക്കളൊന്നും സ്വാലിഹ്യങ്ങളൊന്നും ശുഹദാക്കളൊന്നും അവിടെ അങ്ങനെ ആയത്തിലില്ലല്ലോ. പിന്നെ എങ്ങനെയാണെന്നായിരിക്കും ചിലർക്കെങ്കിലും ഒരു ആശങ്ക മനസ്സിലുണ്ടാവും. ആ പ്രാർത്ഥന നമ്മൾ നെഞ്ചിൽ കൈവച്ച്, ചിലർ വയറ്റത്ത് കൈവച്ച്, ചിലർ കൈ താഴ്ത്തിയിട്ട് ഒക്കെ മദ്ഹബുകളുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾക്കനുസരിച്ച് ലോക മുസ്ലിങ്ങൾ കോടിക്കണക്കിന് മനുഷ്യർ എല്ലാ ദിവസവും നടത്തുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ പ്രാർത്ഥനയുടെ അർത്ഥമാണ് എന്നെ അമ്പിയാക്കൾക്കും സ്വാലിഹ്യങ്ങൾക്കും ശുഹദാക്കൾക്കും രക്തസാക്ഷികൾക്കും ഒക്കെ ഒപ്പം നിർത്തണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ. അപ്പൊ ഇവിടെ മതങ്ങളും ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ അവരുടേത് ശരിയാണെന്ന് പറയാണ്. മതത്തിന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത സെക്ടറുകൾ അവരുടേത് ശരിയാണെന്ന് പറയാണ്. അതിന്റെ ഇടയിൽ നിന്ന് ശരിയേതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആരാണ് അനുഗ്രഹിച്ചവർ? അനുഗ്രഹിച്ചവർ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ ഇവരൊക്കെയാണ്. അപ്പോ നേരായ മാർഗത്തിൽ സഞ്ചരിച്ച് മുന്നോട്ട് പോയി അവരുടെ കൂടെ എന്നെയും ചേർക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ആരുടെ കൂടെ ചേർക്കരുത്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ കോപിച്ചൊരു ജനതയുണ്ട്, അമ്പിയാക്കളെ കൊന്നൊടുക്കിയും തൗഹീദിന്റെ ജനപദങ്ങളെ കൊന്നൊടുക്കിയും ഇന്നും ആ കൊലപാതകം തുടരുന്ന ജൂത വിശ്വാസികളുടെ കൂടെ നീ എന്നെ ചേർക്കരുത്. വലദ്ദാല്ലീൻ, ഏകദൈവാരാധന പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന, പ്രവാചകനെ തന്നെ ആരാധിച്ച് വഴിതെറ്റിപ്പോയ ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടെയും എന്നെ നീ ചേർക്കരുത്. അത് വിശ്വാസപരമായ ഒരു ഉറച്ച പ്രഖ്യാപനവും ഒരു ക്ലാരിറ്റിയുമാണ്. ആ സമൂഹങ്ങൾക്കൊക്കെ സാമൂഹികമായ ആവശ്യങ്ങളോ അവരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളോ പ്രയാസങ്ങളോ ഭൗതിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന ആളുകൾ നമ്മൾ തന്നെയായിരിക്കും. അവർ നമ്മളോട് യുദ്ധം ചെയ്യുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന, നമ്മളെ ആക്രമിക്കുന്ന ഒരു ജനസമൂഹമാകാത്തിടത്തോളം കാലം അങ്ങനെ തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ സഹോദരങ്ങളെ, ഈ സിറാത്തുൽ മുസ്തഖീം പ്രവാചകൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഈ സിറാത്തുൽ മുസ്തഖീം പ്രവാചകൻ പഠിപ്പിച്ചത് വരഞ്ഞിട്ടാണ്, ടീച്ചിങ് എയ്ഡ് ഉപയോഗിച്ചിട്ടാണ്. ഒരു വര വരച്ചു, രണ്ടു ഭാഗത്തേക്കും കുറെ വരകൾ വരച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ വരയിലേക്ക്, ഈ നേർരേഖയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഈ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ബസീറത്തോടു കൂടെയാണ്, ഉൾക്കാഴ്ചയോടു കൂടെയാണ്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യബുദ്ധിയെ തൃപ്തിപ്പെടുത്താവുന്ന, മനുഷ്യ ചിന്തകളെ ബോധ്യപ്പെടുത്താവുന്ന, മനുഷ്യന് വെളിച്ചവും തെളിച്ചവും കൊടുക്കാവുന്ന കാര്യങ്ങൾ വഴിയാണ്.
ഞാൻ മാത്രല്ല വമനിത്തബഅനി, പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ എന്നെ പിൻപറ്റുന്നവരുടെ ഡ്യൂട്ടിയാണത് ആ നേർവഴിയിലേക്ക് ക്ഷണിക്കൽ. അപ്പോഴേ അവരെ വിശ്വാസം പൂർണ്ണമാണുള്ളൂ, ഒരു സ്വർഗത്ത് പോകാനുള്ള നിബന്ധന പൂർത്തീകരിക്കണുള്ളൂ. അത് സൂറത്തു അസ്റിലൂടെ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. സൂറത്തു അസ്റിലൂടെ സ്വർഗത്ത് പോകാനുള്ള 4 നിബന്ധന പഠിപ്പിച്ചപ്പോ വിശ്വാസം ശുദ്ധമാകണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാകണം, രാത്രി നിസ്കരിക്കും, ബാക്കിയൊക്കെ പക്കയാണ്, എല്ലാം റെഡിയാണ്. പക്ഷെ 3-ാമത്തെ ഉണ്ട്, അറിഞ്ഞ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. 4-ാമത്തെ കാര്യം, അറിഞ്ഞ സത്യം എത്തിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. അത് ഓരോ നാടിന്റെയും ഓരോ വ്യക്തിന്റെയും സാഹചര്യത്തിനനുസരിച്ച് ചില സമയത്തുള്ള നഷ്ടമായിരിക്കും, ശാരീരിക ബുദ്ധിമുട്ടായിരിക്കും, സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ വലിയ പ്രതിരോധങ്ങളായിരിക്കും, ചിലപ്പോ ജയിലുകളായിരിക്കും, ഒക്കെ ആയിരിക്കും. അത് ക്ഷമിക്കണം എന്നാണ്. അപ്പൊ ഈ ഒരു സത്യസന്ധമായ വഴി പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു പോയി. ആ വഴിയെ കുറിച്ച് പ്രവാചകൻ നടത്തിയ ഒരു പ്രയോഗം കൂടിയുണ്ട്. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നത് തെളിഞ്ഞ വഴിയിലാണ്. ആ തെളിഞ്ഞ വഴി മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകൻ ഒരു പ്രയോഗം നടത്തി. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് പോലും പകൽ പോലെ പ്രകാശമാനമാണ്. എന്നാൽ ഇസ്ലാമില് ക്ലാരിറ്റി ഇല്ലാത്തൊരു വിഷയമല്ല. എല്ലാ വിഷയങ്ങളിലും 100% ക്ലാരിറ്റി ഇസ്ലാമിലുണ്ട്. ഇപ്പൊ വയനാട്ടിൽ കുറെ ആളുകൾ മരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ച് പുനർവിവാഹം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ 2 കൊല്ലം കഴിഞ്ഞപ്പോ ഭർത്താവ് അങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇസ്ലാമിൽ ആ മസലക്ക് ക്ലാരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ മരിച്ച ആൾ മരിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് അനന്തരമൊക്കെ സ്വത്തൊക്കെ ഓഹരി വെച്ച് ഒക്കെ ക്ലിയർ ചെയ്തു. എന്ത് ചെയ്യും? ഇസ്ലാമിൽ ആ മസലക്ക് കൃത്യമായ ഉത്തരമുണ്ട്. കഴിഞ്ഞ ദിവസം പീസ് റേഡിയോ അലിജാബ ലൈവ് സെഷനിൽ ഇങ്ങനത്തെ കുറെ മസലകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ആളുകൾക്കൊരു വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു മസലയില്ല. എന്നാൽ ഞമ്മക്ക് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താ? നമ്മളെ പഠനത്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ നമുക്കത് ഹിദായത്ത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖിന്റെ കുറവാണ്. ആ കുറവുകൊണ്ടാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ എന്റെ ഈ ഇന്നത്തെ നമ്മുടെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ഏറ്റവും മിനിമം ഫർള് നിസ്കരിക്കുന്ന ആൾ 17 തവണ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എന്നെ നീ നേരായ വഴിയിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നേരായ വഴിയാണെങ്കിലോ വളരെ ക്ലാരിറ്റിയിൽ, വ്യക്തതയിൽ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നേരായ വഴി വേർതിരിച്ചെടുക്കാൻ നമുക്ക് കൃത്യമായ നിങ്ങൾക്ക് ശരീഅത്ത് മാത്രമല്ല തന്നത്, ആ ശരീഅത്തിനെ സത്യസന്ധമായി മനസ്സിലാക്കാനുള്ള മൻഹജിനെയും തന്നിട്ടുണ്ട്, മാർഗത്തെയും തന്നിട്ടുണ്ട്. എന്താണ്? എല്ലാവരും ആയത്തോതാണ്, എല്ലാവരും ഹദീസോതാണ്, നമ്മൾ എന്താ കാട്ടുക? അങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ മുൻഗാമികൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അങ്ങനെയാണ്, അല്ലെ? സ്വഹാബത്ത് അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്കിടയിലെ മസ്അലകളെ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. എങ്ങനെ? അവർക്കിടയിൽ കൺഫ്യൂഷൻ വന്ന മസ്അലകളെ പ്രവാചകനിലേക്കും പ്രവാചകന്റെ സ്വഹാബത്തിലേക്കും തിരിച്ചുവിട്ടിട്ടാണ് കൈകാര്യം ചെയ്തത്. ഒരുപക്ഷെ വിക്ര ഹൽക്കയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഞാൻ എന്റെ ഒരു 4-5 ആഴ്ച മുമ്പുള്ള ഒരു ഖുത്ബയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പള്ളിയിൽ കയറി ചെന്നപ്പോ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു വിക്ര ഹൽക്ക കാണുകയാണ്. വട്ടത്തിൽ ആളുകൾ ഇരുന്നിട്ടുണ്ട്, എന്നിട്ട് തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ അങ്ങനെ ചൊല്ലുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു കാര്യം നല്ല തോന്നിയത്, പ്രവാചകനിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് വരാത്തത് കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, ഒരാളുടെ കയ്യിൽ കല്ലുണ്ട്, അവരിങ്ങനെ എണ്ണം പിടിക്കുന്നുണ്ട്, ഇതെന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് വെച്ചപ്പോ, നിനക്ക് അവരോട് അവരുടെ തിന്മ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ എന്നാ ചോദിച്ചത്. ആ ഭാഗം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം എന്താ? എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് ധരിക്കുന്നത്, സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല. സ്വഹാബികളോട് ചോദിച്ചാൽ മതിയായിരുന്നു നിനക്ക്, അല്ലെ? സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല, പ്രവാചകന്റെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, ഭക്ഷണം കഴിച്ച് വസ്ത്രങ്ങൾ നുരുമ്പി തീർന്നിട്ടില്ല, അതിന്റെ മുമ്പ് ഇസ്ലാമിൽ പുതിയ സാധനം കൊണ്ടുവരാണെന്നാണ്. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളും സ്വഹാബത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്തെ നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ആകാശത്തിന് വിധിക്കപ്പെട്ടത് വരും. ഞാൻ എന്റെ സ്വഹാബത്തിനുള്ള സുരക്ഷിതത്വമാണ്. ഞാൻ പോയാൽ എന്റെ സ്വഹാബത്തിന് വിധിക്കപ്പെട്ടത് വരും. പ്രവാചകൻ വഫാത്തായി, അവർക്കിടയിൽ യുദ്ധങ്ങൾ പോലും ഉണ്ടായി. ഒരേ സുഫിൽ നിന്ന് നിസ്കരിച്ചവർ 2 കക്ഷികളായി യുദ്ധം ചെയ്തു. ആയിഷ ബീവി പോലും യുദ്ധത്തിന് നേതൃത്വം നൽകാൻ യുദ്ധഭൂമിയിലേക്ക് പോയി. മരുമകൻ അലി റളിയല്ലാഹുവിനെതിരിൽ പോയി യുദ്ധം സംഭവിക്കാത്ത വിധം അള്ളാഹു സമുദായത്തെ സംരക്ഷിച്ചു. അള്ളാഹു മുനാഫിഖിന്റെ അജണ്ട അവർക്ക് അതിൽ വ്യക്തത ഉണ്ടാക്കി കൊടുത്തു. യുദ്ധം നടക്കാതെ തിരിച്ചു പോന്നു. മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ടായി എന്ന് പറയണ പോലെ
ആകാശവും നക്ഷത്രവും പോലെ, ഞാനും എന്റെ സ്വഹാബികളും പോലെ. വാ സുഹാബി അമനത്തുൽ ഉമ്മത്തി, എന്റെ സ്വഹാബത്ത് എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷിതത്വമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വഹാബിന്റെ വാക്ക് സ്വീകരിക്കുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? സ്വഹാബത്ത് മൊത്തത്തിൽ വിശ്വസിച്ചതും സ്വഹാബത്ത് മൊത്തത്തിൽ ധാരണയാക്കിയതുമായ കാര്യങ്ങൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കണം. അഥവാ ഒരാൾ ഒരു വിഷയത്തിൽ ഒരു തെളിവ് ഉദ്ധരിക്കുകയാണ്, ഒരാൾ വന്നിട്ട് പറയാണ് ഇങ്ങനെ എന്ന കാര്യത്തിനുള്ള തെളിവാണിത്, ഇന്ന ആയത്ത് ഇന്നതിനുള്ള തെളിവാണ്, വലിയ കിതാബൊക്കെ കാണിച്ചു തന്നു. നമ്മൾ ബേജാറാകൊന്നും വേണ്ട, നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ കാര്യം മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി, ഈ വിഷയത്തെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി, ഈ ആയത്തിൽ നിന്ന് അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ, അവരെങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തമരായ സലഫുകളെ 100% മാതൃകയാക്കി പഠിപ്പിച്ചു വന്ന പണ്ഡിതന്മാർ ഈ കാര്യത്തെ എങ്ങനെ എടുത്തു എന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ നമുക്ക് ക്ലാരിറ്റിയായി. ആ ഒരു ക്ലാരിറ്റി സ്വീകരിച്ച് നമുക്ക് തീർച്ചയായും മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാത്ത കാലത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവരവരുടെ ബുദ്ധിയും തലവും ഉപയോഗിച്ച് ഗവേഷണം നടത്തിയിട്ടല്ല മതത്തിന്റെ അടിസ്ഥാനങ്ങൾ എടുക്കേണ്ടത്. എന്നാൽ ഓരോ വ്യക്തിയും അവന്റെ ബുദ്ധി പ്രയോഗിക്കേണ്ട, അവന്റെ ചിന്ത പ്രയോഗിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. അതേതാ? സത്യാന്വേഷണത്തിന്റെ ഒരു സ്ഥലമാണ്. അതിൽ ആയത്തുകൾ വന്നിട്ടുണ്ടോ, അതിൽ ഹദീസുകൾ വന്നിട്ടുണ്ടോ, അതിൽ തെളിവുകൾ വന്നിട്ടുണ്ടോ, അതിൽ പ്രമാണം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ. നിങ്ങളടുത്ത് സയൻസ് ഉണ്ട്, സയൻസിന്റെ ടൂൾ ഉണ്ട്. ആ സയൻസിന്റെ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങളെ പഠിക്കാം. അത് വ്യാഖ്യാനമല്ല, അത് പഠനമാണ്. അപ്പോ ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് കിട്ടിയ ഹിദായത്തിനെ പ്രാർത്ഥന കൊണ്ട് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ ഹിദായത്തിനെ വെരിഫൈ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ, പരിശോധിക്കാൻ നമുക്കുള്ള വഴിയാണ് ഒരു അരിപ്പ പോലെ. മണലരിക്കണ അരിപ്പിന്ന് മണൽ അതിലിട്ടിട്ട് അരിച്ചെടുത്താൽ ആ വേസ്റ്റ് അങ്ങോട്ട് പുറത്തേക്ക് തട്ടും, മണൽ നമ്മൾ ഉപയോഗിക്കും എന്നതുപോലെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു വഴിയാണ് മുൻഗാമികൾ ആ വിഷയത്തെ കുറിച്ച് എന്ത് ചിന്തിച്ചു, എന്ത് പഠിച്ചു, എന്ത് മനസ്സിലാക്കി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പലപ്പോഴും ഹിദായത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകാനുള്ള കുറെ കാരണങ്ങളുണ്ട്. ഒരു ഹക്ക് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള 8 തടസ്സങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ വരാതെ നമ്മള് അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ, ഇസ്ലാം എന്നുള്ള നന്മ ഉൾക്കൊണ്ടിട്ടുണ്ടാകും, പ്രവാചകൻ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകും, ഖുർആൻ ദൈവികമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടാകും. ഇനി വിശദാംശങ്ങളിൽ ഒരുപാട് എഡിറ്റിങ്ങുകൾ നമുക്കൊക്കെ ആവശ്യമുണ്ട്, ഞാൻ ഉൾപ്പെടെ നമുക്കൊക്കെ ആവശ്യമുണ്ട്. അതിനെപ്പോഴാണ് തടസ്സാകുക? അതിലൊന്ന് കിബറാണെന്നാണ്. കിബർ ഉണ്ടാകുമ്പോ അതെങ്ങനെ സംഭവിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആറാഫിന്റെ 146 പറയാണ്, അവര് എന്റെ ദൃഷ്ടാന്തങ്ങളെ തകബ്ബറൂന ഫിൽ അർളി ബിഗൈരി ഹഖ്, യാതൊരു അവകാശമില്ലാതെ അവർ ഭൂമിയിൽ ധിക്കാരം കാണിച്ച് മുന്നോട്ട് പോവുകയാണ്. ഭൂമിയിൽ ധിക്കാരം കാണിക്കാനുള്ള റൈറ്റ് ഒന്നും ഒരിക്കില്ല. കാരണം അവരുടെ ശരീരം, അവരുടെ സമയം, അവരുടെ ഭൂമി ഒക്കെ ഞാൻ കൊടുത്തതാ. ഞാൻ കൊടുക്കാത്ത ഒന്നും മനുഷ്യന്റെ അടുത്തില്ല. ഏതെങ്കിലും ഒന്ന് ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഖലാസ്, കഴിഞ്ഞു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ 0 ആണ്, അല്ലെ? ഇപ്പോ ശരീരത്തിലെ ബ്ലഡ് കോട്ടാകണ അവസ്ഥ ഇല്ലാതാകുന്ന രോഗത്തിന് ഹീമോഫീലിയ എന്നാണ് പറയാം. ഈ അസുഖം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഒന്നും പറ്റില്ല, ബെഡിൽ അങ്ങനെ ഇരിക്കാം. ഒരു സൂചിമൊനയുടെ അത്ര ദ്വാരം വീണാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് അങ്ങനെ പോകും. പിന്നെ ബ്ലഡ് കോട്ടാകണമെങ്കിൽ എന്ത് വേണം? ബ്ലഡ് കോട്ടാകണമെങ്കിൽ അതിനുള്ള മെഡിസിൻസ് അടിച്ചു കയറ്റണം, വലിയ എമൗണ്ടുള്ള മെഡിസിൻസ് അടിച്ചു കയറ്റണം. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര നിസ്സാരനാണ്, ഒരു മനുഷ്യൻ എത്ര നിസ്സാരനാണ് സുഹൃത്തുക്കളെ, എത്ര നിസ്സാരനാണ്. ലൈംഗികാവയവത്തിൽ ക്യാൻസർ ബാധിതനായി സർജറി ചെയ്യേണ്ട ചുറ്റുപാടിലേക്ക് എത്തിയൊരു മനുഷ്യൻ, വളരെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യന്റെ ഒരു ഫോൺ കോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശമനം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലും ഒക്കെ ഉള്ള പ്രതീക്ഷിക്കുന്ന എല്ലാത്തരം അവസ്ഥകളെയും അതിജീവിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ ദാമ്പത്യം അനുഭവിക്കാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. വളരെ വൈകാരിക മനുഷ്യർക്കാരുണ്ട്. നിങ്ങളും ചിന്തിച്ചു നോക്ക്, വളരെ ചെറിയ പ്രായം, അയാളുടെ ജീവിതത്തിൽ അത്തരം എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അവസാനിക്കുമെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ അയാളുടെ സംശയം, ഞാൻ എൻ്റെ ജീവിതത്തിന് മുമ്പത്തെ കാലത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ വന്നതായിരിക്കും എനിക്കിത് എന്നാണ് അത് ചോദിക്കാനാണ് വിളിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ടൊക്കെ വന്നതായിരിക്കും അതെന്നാണ്. അപ്പൊ നമ്മൾ ഭയങ്കര നിസ്സഹായരാണ് സഹോദരന്മാരെ. ഞാൻ കരുവാരകൊണ്ട് കുത്തുപാരേണ്ട സമയത്ത് ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടായി കൊടുക്കട്ടെ. നാവില് ക്യാൻസർ വന്നിട്ട് നാവിന്റെ വലിയൊരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കി അയാളെ ജീവൻ രക്ഷിക്കാനാണ് മെഡിക്കൽ സയൻസ് നോക്കി. അയാൾ സംസാരിക്കൂല, ശരിക്ക് ഫ്ലുവൻ്റായി സംസാരിച്ച് ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം ഒന്നും അല്ലാതായിട്ട് മാറുകയാണ്. അതാ കുറച്ചും പറഞ്ഞത്, ഒരു റൈറ്റും ഇല്ല, ഭൂമിന്റെ മേലെ കാണിക്കണ അഭ്യാസങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല, ഒക്കെ എൻ്റെ അടുത്താണ് സ്വിച്ച്. പഠിച്ച പറഞ്ഞതിന്റെ വ്യാഖ്യാനാണത്, എൻ്റെ അടുത്താണ് സ്വിച്ച്.
ഞാനിടുന്ന സ്വിച്ച് അനുസരിച്ച് അവൻ പോവുള്ളൂ. പക്ഷെ അവൻ ധിക്കാരിയായി മാറുകയാണ്. എന്നിട്ട് ഖുർആൻ പറയണു വഇൻ യറൗ സബീല റുഷ്ദി ലാ യത്തഖിദുഹു സബീല വഇൻ യറൗഹു സബീല ലഗയ്യി യത്തഖിദുഹു സബീല. അവൻ നേർമാർഗം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്, അവൻ സ്വീകരിക്കൂല. നേർമാർഗം 100% അവന് ബോധ്യപ്പെട്ടു വന്നവൻ സ്വീകരിക്കൂല. പല പല ന്യായത്തിലും അതിന് മാറി നിൽക്കും. അതിനാണ് കിബിർ എന്ന് ഇസ്ലാം പറയുന്നത്. ഞാൻ നെഞ്ചു പിടിച്ച് ഇങ്ങനെ നടക്കണേനല്ല കിബിർ എന്ന് ആദ്യത്തെ അർത്ഥം അതിനല്ല. കിബിർ എന്താ? ബത്റുൽ ഹഖ് വഗമത്തുൻ നാസ്. ഹക്ക് മൂടി വെക്കുക, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക. ആരെ പറ്റി പറഞ്ഞാൽ ഓനാ അല്ലെ, ഓനെന്തിനാ പറ്റുക? ആരെ പറ്റി നമുക്കൊരു പുച്ഛഭാവം. നല്ല ചെരുപ്പും നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്നത് എന്താ കിബറാണെന്ന് വെച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു അവൻ അള്ളാഹ് കൊടുത്ത അനുഗ്രഹം അവൻ പ്രകടിപ്പിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? വലിയൊരു വാച്ചും വലിയൊരു ചെരുപ്പൊക്കെ ഇട്ടാൽ നമ്മൾ പറയുവാൻ ഭയങ്കര കിബറാണ്. കിബർ എന്ന് പറയുന്നത് ഹക്ക് ബോധ്യപ്പെട്ടിട്ട് ആ ബോധ്യപ്പെട്ട ഹക്കിനെതിരിൽ നിൽക്കണേനെയാണ് ഇസ്ലാം കിബർ എന്ന് വിളിച്ചത് അല്ലെ. മാത്രല്ല പറ്റണ സമയത്ത് പറ്റിയ മാതിരി എടുക്കുക, അതും കിബറാണ്. എന്താ? അഫകുല്ലമാ ജാഅഹും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും ഫഫരീഖൻ കദ്ദബതും വഫരീഖൻ തഖ്തുലൂൻ. അവരുടെ ഇച്ഛക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവാചകന്റെ സന്ദേശമായി വന്ന അവര് നേരെ ബ്ലോക്ക് ഇടും. അതിപ്പോ എങ്ങനെ ശരിയാകാ? അപ്പൊ കുറച്ച് മതമായിട്ട് ഇപ്പോഴും വന്നിട്ട് പുതിയ കാര്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുക. മൂപ്പർ മതത്തിൽ ഇത് പണ്ട് തന്നെ ഉണ്ട്, പ്രവാചകൻ വന്ന കാലം മുതൽക്ക് തന്നെ ഉണ്ട്. എന്നാലോ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഇപ്പൊ ഈ മെസ്സേജ് എത്തിയത് ഇപ്പോഴാണ്. ചില ആളുകളൊക്കെ ചോദിക്കും 36 കൊല്ലം ഇന്ന ഖത്തീബ് നമ്മളെ പള്ളിയിൽ കുത്തു പറഞ്ഞിട്ട് മൂപ്പർ അങ്ങനെ മസല പറഞ്ഞിട്ടില്ലല്ലോ. മൂപ്പർ അങ്ങനെ മസല പറഞ്ഞിട്ടില്ല എന്നുള്ളത് മൂപ്പര അയോഗ്യതയാണ്, അല്ലെങ്കിൽ മൂപ്പര തോഫീഖ് കുറവാണ്, അല്ലെങ്കിൽ നമ്മളെ ഭാഗ്യക്കുറവാണ്. ഇസ്ലാമിലൊരു മസ്അല സ്ഥിരപ്പെട്ട മസ്അല അപ്പോ അതിന്റെ തെളിവുകൾ പരിശോധിച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ കോൺഫറൻസ് നടന്നപ്പോ അവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ പള്ളികളുടെ കൺസ്ട്രക്ഷൻ, അതിന്റെ നിയമസാധ്യതകൾ, ഇങ്ങനെയുള്ള കുറെ ഏരിയകളൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്നു. ഒരു പള്ളി മാറ്റിപ്പണിതപ്പോ നേരെ കുത്തനെയാണ് കിബില. ഇങ്ങനെ നിസ്കരിച്ചോ. അപ്പൊ കമ്മിറ്റിക്കാർക്കൊക്കെ ഭയങ്കര ബേജാറ്. ഇത്രയും കാലം ഇങ്ങനെ നിസ്കരിച്ചപ്പോ ഇനി മാറ്റി നിസ്കരിച്ച എന്താ ആകുക? അപ്പൊ ഈ സിവിൽ എഞ്ചിനീയറായി ഈ സുഹൃത്ത് പറഞ്ഞെടുത്തു, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇനി കുറ്റിയടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കുള്ളൂ. പണ്ട് ഒരു കിബില ഉണ്ടാക്കിയപ്പോ കിബിലക്ക് എന്ത് ചെയ്തു, ചെറിയൊരു അവരുടെ അപ്പത്തെ അവരുടെ മെഷീൻസ് വെച്ച് അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് തെറ്റുപറ്റി. ഈ പള്ളിയിൽ നിസ്കരിച്ച ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു ഈ പള്ളിയിലെ കിബില തെറ്റാണെന്ന്. അതുകൊണ്ട് അവർക്ക് കുറ്റം കിട്ടൂല. ഇനി ഈ നിമിഷം മുതൽ ഈ കമ്മിറ്റിക്കാർ ഇവരോട് കുറ്റക്കാരാണ്. നാട്ടിലാകെ പ്രശ്നമല്ല, ഒരു ചോദ്യം ചെയ്യൂലേ? അതാണ് നമ്മളെ ഇച്ഛകൾക്കനുസരിച്ച് മാറുക. അതിനെയാണ് ഇച്ഛകൾ അനുസരിച്ച് മാറുക. അവിടെ അടിസ്ഥാന വിഷയമാണ് അത്. അതുകൊണ്ടാണ് എന്നാ അത്ര തന്നെ അടിസ്ഥാനമല്ലാത്തൊരു വിഷയം. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജർ ഇസ്മായില് കാബാലയത്തിൽ ആളുകൾക്കാണ് ഹിജർ ഇസ്മായിൽ എന്നിട്ട് വേറൊരു ഏരിയ ഉണ്ടാവും. കാബ കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിലുണ്ടാവും. ആയിഷ ബീവിനോട് പറയുന്നുണ്ട്, ആയിഷ എനിക്ക് ഇതും കൂടി ശരിക്കും കാബയിൽ പെട്ടതാ, ഇതും കൂടി ഇതിന്റെ ഉള്ളിലാക്കി പണിയാൻ ആഗ്രഹമാണ്. പക്ഷേ നിന്റെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ കാബ ഒളിച്ചു എന്ന് പറയും. അതിപ്പോ ഹിജർ ഇസ്മായിൽ പുറത്താണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസത്തെ ബാധിക്കണില്ല, അമലിനെ ബാധിക്കണില്ല, ഇബാദത്തിനെ ബാധിക്കണില്ല. അങ്ങനത്തെ മസ്അല ഇസ്ലാമിലുണ്ട്. ചില ആൾക്കാർ എന്താ ചെയ്യാറിയോ, ഇസ്ലാമിലെ എല്ലാ മസ്അലയും കൂടി ഹിജർ ഇസ്മായിലിന്റെ മസ്അലയാവും. ഒരാളെ കയ്യിൽ ഒരു ഏലസ് കെട്ടിയിട്ടുണ്ട്, ആ ഏലസ് അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് അയാളുടെ സ്വർഗപ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് പറയണം. അത് പറയണതിനെ ഹിജർ ഇസ്മായിലിന്റെ മസ്അലയായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല. ഒക്കെ ഇസ്ലാം വളരെ കൃത്യമായ അസ്ലുകൾ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഈ ഹക്കെന്ന് വേർതിരിഞ്ഞു പോണ രണ്ടാമത്തെ ഒരു കാര്യം അസൂയയാണ്. അസൂയ ഉണ്ടാകുക ശരിക്ക് എന്താണ് ഈ ഇബ്ലീസിന് പറ്റിയത് അതാണ്. ഖാല അസ്ജുദു ലിമൻ ഖലഖ്ത തീന, മണ്ണുകൊണ്ട് നീ ഉണ്ടാക്കിയ ഒരാൾക്ക് ഞാൻ സുജൂദ് ചെയ്യും. നമ്മളെ നാട്ടിലെ നമ്മളെ പേരിൽ പണിയെടുത്തിന് ആളാണല്ലോ ഓനൊക്കെ ഇപ്പൊ അതിന്റെ ആളായിട്ട് ഇപ്പൊ അവിടെ വന്നത്. എന്നിട്ട് പോകാൻ പറയണേ ഞാൻ കേക്ക്. ഒരാൾ ഗൾഫിൽ പോയൊക്കെ ദോഹിതൊക്കെ കിട്ടി, അയാൾ ശരിയായ രീതിയൊക്കെ നാട്ടിൽ ഒരു സലഫി മസ്ജിദൊക്കെ തുടങ്ങിയപ്പോ അതിലെ ഒരു മുൻനിരയിൽ മൂപ്പരുണ്ടായി, നമ്മളെ മറ്റേ ഓനൊക്കെ അല്ലേ. അതിനാണ് ശുദ്ധമായ കിബിർ അസൂയ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ വീട്ടിൽ പണിയെടുത്തിനെ ഇന്ന ആളെ മോനാണല്ലോ അവന്. ഇത് മനസ്സിന്റെ കൊണക്കട് എന്ന് പറയും മലപ്പുറം ഭാഷയിൽ. അതിൽ പെട്ടതാണ് അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്. ജൂതന്മാർക്ക് മൊത്തം പറ്റിയത് അതാണ്. ഇബ്രാഹിം നബിക്ക് 2 മക്കള്, ഇസ്ഹാഖും ഇസ്മായിലും. ഇതില് ഇസ്മായിൽ സന്തതികളാണ് അറബികൾ, ഇസ്ഹാഖിന്റെ സന്തതികളാണ് ജൂതന്മാരും ക്രൈസ്തവരടങ്ങുന്ന ആളുകൾ. അപ്പോ ബൈബിളിൽ അന്തിമ പ്രവാചകൻ വരുന്നു പറഞ്ഞിരുന്നു, അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വന്നപ്പോ അത് ഇസ്ഹാഖ് പരമ്പരയിൽ നിന്ന് വന്നില്ല. ആരുടെ വന്നത്?
ഇസ്മായിൽ പരമ്പരയിൽ നിന്ന് വന്നു. അപ്പൊ ഓരത് സ്വീകരിച്ചില്ല. അതാണ് അസൂയ, കുശുമ്പ്, താൻ പോരിമ, അതുകൊണ്ടൊക്കെ ഹിദായത്ത് നഷ്ടപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മളൊരു ഭാഷയ്ക്ക് മാറ്റുമ്പോൾ പറയുന്ന ആളെ നോക്കുക. നമ്മളെ മോനായിരിക്കും ചിലപ്പോൾ തിരുത്തി, ഇതിപ്പോ എന്താ എനക്കൊരു അല്ലേ, അല്ലെ നമ്മളെ ഭാര്യ ആയിരിക്കും തിരുത്തി, അല്ലെ നമ്മളെ അയലോക്കക്കാരനായിരിക്കും തിരുത്തി, അല്ലെ നമ്മളെ പേരിൽ പണിയെടുക്കാൻ വരുന്ന ആളായിരിക്കും തിരുത്തി, അല്ലെങ്കിൽ നമ്മളെ ബസ്സിൽ പോകുമ്പോ ബസ്സിലെ കണ്ടക്ടർ ആയിരിക്കും എന്താ കാക്ക ഇതിനൊക്കെ ഇങ്ങനെ ചൂടാണ്. ഒരു തിരുത്താണ്, അതൊരു തിരുത്താണ്. അപ്പോ അങ്ങനെ ആളെ നോക്കിയിട്ട് സത്യം സ്വീകരിക്കാതിരിക്കുക. പിന്നെ ചില കാര്യങ്ങൾ സാഹചര്യവും സന്ദർഭവും ഒക്കെ കാരണം അത് ഉള്ളിലേക്ക് മാറ്റി വെക്കേണ്ടി വരിക. സാഹചര്യവും സന്ദർഭമൊക്കെ കൊണ്ട് ഉള്ളിലേക്ക് മാറ്റി വെക്കേണ്ടി വരിക. അതിന്റെ ഉദാഹരണമാണ് അബസീനിയയിൽ പോയപ്പോ അബസീനിയയിലെ രാജാവിന്റെ സംഭവം. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ ആ സത്യം സ്വീകരിച്ചു. എന്താണ്, അവിടെ ചെന്നു, പ്രവാചകന്റെ ഒരു സംഘം ആളുകൾ അവിടെ ചെന്നപ്പോ ഹിജറ ചെയ്ത് ചെന്ന ആളുകളെ പറ്റിയിട്ട് കംപ്ലൈന്റ് പറയാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ, മക്കയിലെ അന്നത്തെ ഏറ്റവും വലിയ ചെറുപ്പക്കാരനായ കരുത്തനായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ചെന്നു. നിങ്ങളിവിടെ എന്താ പറയാ സ്വീകരിച്ച് സംരക്ഷണം കൊടുത്ത ആളുകളെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കലാപകാരികളും കച്ചറക്കാരുമാണ്. ഇവിടെ നിന്ന് ശക്തി പ്രാപിക്കാൻ വന്നതാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല. ആരാ പറയണേ? മക്കയുടെ ഭരണാധികാരികൾ പറഞ്ഞയച്ച സംഘമാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു യുദ്ധത്തെ അടക്കം നേരിടേണ്ടി വരുന്നൊക്കെ അറിയാം. പക്ഷെ അബിസിനിയയിലെ രാജാവിന്റെ ഉള്ളിൽ ഇസ്ലാം നല്ലോണം പ്രകടമായതുകൊണ്ട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനുണ്ട് എന്നാണ്. ചെന്നിട്ട് ചോദിച്ചു, അദ്ദേഹം എങ്ങനെയാണ്, സത്യം പറയോ, അദ്ദേഹം കള്ളം പറയലുണ്ടോ? അങ്ങനെ കുറെ ചോദ്യങ്ങളിലേക്ക് ഞാൻ പോണില്ല. അബൂ സുഫിയാൻ പറയണ്ടേ, എനിക്ക് കള്ളം പറയാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ പച്ച നുണ പറയാം? ഒരു ശത്രുവിനെ പറ്റി പോലും, അതാണ് മക്കയിലെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ചില മൂല്യങ്ങളാണത്. ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം അബസീനിയയിലെ രാജാവ് ഉറക്കനെ പറഞ്ഞു, മൂപ്പര മുന്നിൽ കിട്ടിയ മൂപ്പര കാല് ഞാൻ കൈകി കൊടുക്കും, എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട് മൂപ്പര മാർഗം. എന്നിട്ട് ജനങ്ങളോടൊക്കെ ഹിയത്തുൽ കൽബി കൊടുത്ത ലെറ്റർ വായിച്ചു, പ്രവാചകന്റെ കത്ത്, അബസീനിയ രാജാവിനുള്ള കത്ത്. ഖുറാനിലെ അഹ്ലി കിതാബുകാരോടുള്ള ഒരു ആയത്തൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അത് പറഞ്ഞപ്പോ ജനങ്ങൾ ഇളകി, അധികാരം അട്ടിമറിക്കപ്പെടുന്നു മനസ്സിലായി. ഇവിടെ വന്ന ഈ വ്യക്തികളുടെ സംരക്ഷണം അടക്കം പ്രശ്നമാകുന്നു മനസ്സിലായപ്പോ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് മനുഷ്യന്മാരെ, ഞാന് നിങ്ങളെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ എല്ലാവരും വീണ്ടും സുജൂദിൽ വീണു. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹം മരിച്ചപ്പോ ക്രൈസ്തവ ആചാരപ്രകാരം അദ്ദേഹത്തെ മറവ് ചെയ്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങ് അബസീനിയയിലെ നമ്മുടെ സഹോദരൻ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജനാസ ഇസ്ലാമിക ക്രമപ്രകാരമല്ല നിസ്കരിച്ചത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കണം. അതാണ് ഗായിബായ മയ്യിത്ത് നിസ്കരിക്കുന്നതിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു, ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി ആരും മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു പ്രശ്നമല്ല, നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാം. പിന്നെ രണ്ടാമത് നിസ്കരിച്ച പ്രവാചകൻ നിസ്കരിച്ച രൂപം മസല കൂടെ കൂട്ടത്തിലേ പറഞ്ഞു പോകണം. രണ്ടാമത് പ്രവാചകൻ നിസ്കരിച്ച രൂപം എന്താ? പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ. അപ്പൊ പള്ളിക്ക് പെണ്ണിന് വരാന്ന് മാത്രമല്ല, പള്ളിക്ക് പെണ്ണിനെ അടിച്ചോലും ചെയ്യാനൊന്നും കുഴപ്പമില്ല കേട്ടോ. അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ, അവര് മരിച്ചു. പ്രവാചകൻ എത്തുന്നതിന് മുമ്പ് മയ്യത്ത് മറവടെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്നോട് പറയാതിരുന്നേ നബിയെ? അത് ഇങ്ങനെ ബബടിക്കാണ്. പ്രവാചകൻ നേരെ ആ സ്ത്രീയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു. അപ്പോ ഗൾഫിലുള്ള മോനെ ഇവിടെ വാപ്പ എത്തിയപ്പോൾ, ഗൾഫിലുള്ള മോൻ എത്തിയപ്പോഴത്തേന് വാപ്പാന്റെ മയ്യത്ത് മറവ് ചെയ്താൽ മോനങ്ങനെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി മോനെ കാത്തുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പരസ്പരം വസിയത്ത് കൊടുക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ദീർഘമായ മണിക്കൂർ അങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ച് മുഖം കാണുക എന്നാണ് ആൾക്കാർ പറയാം. നമ്മൾ മയ്യത്തിന് പ്രാർത്ഥനയും നിസ്കാരമാണ് കിട്ടേണ്ടത്. ആ മോൻ അവിടെ പോയി ഖബറിൽ പോയി നിസ്കരിച്ച് പോന്നാൽ മതി. ഈ രണ്ട് രീതിയിലെ പ്രവാചകൻ മുന്നിലില്ലാത്ത മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഒരു മസ്അല എന്നുള്ളവർക്ക് പറയണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. പിന്നെ വാപ്പപ്പാരുടെ മാർഗാണ്, വാപ്പപ്പാപ്പമാരുടെ മാർഗാണ്. അള്ളാഹു ഇറക്കിയതിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ, വൈല റസൂല് പറഞ്ഞതിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അവരവർ ഹസ്ബുരാമ, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാന്റെ വാപ്പി മൂപ്പര വാപ്പൊക്കെ ചെയ്താൽ മതി. മൂപ്പര റബിയുൽ അവ്വൽ ആകുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു, റബിയുൽ ആഖിർ ആകുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു, ഒരു കുത്തുബിയത്ത് കഴിച്ചിരുന്നു. ഓരൊക്കെ നരകത്തില്ല, ആളുകൾ ഒറ്റയടിക്ക് വരുന്നു, ഓരൊക്കെ നരകത്തില്ല. അതിനുള്ള ഉത്തരം, ആ ചോദ്യം മൂസ അലൈഹി ഇസ്ലാമയോട് ഫിറോൻ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെ വാപ്പപ്പാരുടെ ഒക്കെ അവസ്ഥ എന്താണ്? അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ? നിങ്ങളെ വാപ്പാര് നരകത്തിലാണ് എന്നല്ല. അവരെ കുറിച്ചുള്ള വിവരം എന്റെ റബ്ബിന്റെ അടുത്താണ്. എന്റെ റബ്ബിന് യാതൊരു പഴവും പറ്റൂല. അത്ര ക്ലാരിറ്റിയുള്ള ഉത്തരമാണ് അവിടെ കൊടുത്തത്.
അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറ, പുതിയ സമൂഹം, അവര് എവിടേക്ക് സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. KG മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾ എടുത്തു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക്, സമൂഹത്തിന്, നാടിന്, ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ആദി സമ്മാനിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ 2 ഖുത്ബകളും കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്തിരുന്നു. നമ്മൾ ഖുത്ബയിൽ തന്നെ അത് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള നിലക്കാണ്. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊരു സമ്മേളനം ഈ ഞായറാഴ്ച പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ പരിപാടി ലക്ഷ്യമാക്കുന്നത് ശരിക്ക് അധ്യാപകർക്കാണ് കുട്ടികളെ അവരുടെ അറ്റൻറ്റീവായ ടൈം, അവരുടെ ഫ്രഷ് ആയ ടൈം യഥാർത്ഥത്തിൽ കിട്ടുന്നത് ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറികളിൽ അവരെ മാനേജ് ചെയ്യുന്നിടത്ത് ഒരുപാട് പരിമിതികളുണ്ട്, നിയമക്കുരുക്കുകളുണ്ട്, ഡിസിപ്ലിൻ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. വളരെ എക്സ്പേർട്ട് പാനലുകളിൽ ഇരുന്ന് ഇത്തരം ചില വിഷയങ്ങളെ അഡ്രസ് ചെയ്യുക. അതോടൊപ്പം വ്യക്തി എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങളും ചില ശുദ്ധികളും ചില ചിന്തകളൊക്കെ ഉണ്ട്. അത് ക്ലിയർ ആകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രൊഡക്ടിവിറ്റി പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ടീച്ചേഴ്സ് പലരും അധ്യാപകരുണ്ട്. രാവിലെ 8:50 തുടങ്ങി വൈകുന്നേരം 4:15 തീരുന്ന രീതിയിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആ പരിപാടി ഒരു ദീനിയായ, ഒരു ജാരിയായ നന്മ എന്നുള്ള നിലക്കെടുത്ത് അതിൽ പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന ഈ ഒരു ഘട്ടത്തിൽ നടത്തുകയാണ്. നമ്മളുടെ ഒരു അമാനത്താണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ആ അമാനത്തെ ഏറ്റവും വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ പറയാം. അമാനത്തിലെ വീഴ്ച എന്ന് പറയുന്നത് സിറാത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് എറിയപ്പെടാൻ ഉള്ള കാരണങ്ങളിൽ 1 മാതാപിതാക്കളെ ദ്രോഹിക്കലും, 2 അമാനത്തിലെ വീഴ്ചയുമാണെന്നാണ്. അപ്പൊ അമാനത്തിലെ വീഴ്ച വരാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളുടെ ട്രെയിനിങ് സെഷനുകളിൽ എന്താണ് നടക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയാം. അപ്പൊ ആ ട്രെയിനിങ് സെഷനുകളുടെ അവിടെ എന്താണോ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അത് ഈ സെഷനിൽ കിട്ടണം എന്നാണ് എത്രയോ ദീർഘമായ കാലം ആ ട്രെയിനിങ് സെഷനുകളിൽ ഇരുന്ന ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ ആലോചിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലുണ്ടാകണം. അധ്യാപകരല്ലാത്തവർ നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചേഴ്സിനെ, അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഈ ഒരു വിഷയം അറിയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഒരു സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിരന്തര പഠനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശരിയായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇസ്ലാമിലേക്ക് നമ്മളിങ്ങനെ അടുക്കണിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷമാണ് കിട്ടുക. 100% സ്വസ്ഥതയും സമാധാനമാണ് കിട്ടുക. ചില ബോധ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നിടത്ത് അത് തീർച്ചയായും സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സ് ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.